എ വേൾഡ് വിത്തൗട്ട് പവർ ബിൽസ്. അതെ, കറണ്ട് ബില്ല് ഇല്ലാത്തൊരു ലോകം. എന്തൊരു സമാധാനമായിരിക്കില്ല അങ്ങനെ ഒരു ലോകം. ഗ്ലോബൽ വയർലെസ് എനർജി, അതായത് നമ്മുടെയൊക്കെ രാജ്യത്തൊട്ടാകെ ഫ്രീ ആയിട്ട് അതിൻ്റെ അൺലിമിറ്റഡ് ആയിട്ട് കറണ്ട് നമുക്ക് കിട്ടാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിക്കോളാസ് ടെസ്ലയുടെ വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിന് 1901 അതിന് സാധിക്കുമായിരുന്നു. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ നമ്മളുടെ തോമസ് അൽവാ എഡിസണും അങ്ങനെയുള്ളൊരു നീണ്ട നിര തന്നെയാണ്. എന്നാൽ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മായ്മറഞ്ഞു പോയ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ പോലും മാറ്റിമറിക്കാൻ സാധിച്ചിരുന്ന കണ്ടുപിടുത്തങ്ങൾ, അത് വിലങ്ങിലാക്കപ്പെട്ട, ആരാരും കാര്യമായിട്ട് മെൻഷൻ ചെയ്യാത്ത, നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രജ്ഞനുണ്ട്. നിക്കോളാസ് ടെസ്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിക്കോളാസ് ടെസ്ല കാഷ്വലി ഇൻവെൻറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്. ഹി റെവല്യൂഷനൈസ്ഡ് വയർലെസ് എനർജി, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ, റേഡിയോ, അങ്ങനെ തുടങ്ങി നമ്മളിന്ന് കാണുന്ന നമ്മളുടെ മുന്നിലുള്ള ലൈറ്റ്സ് മുതൽ നമ്മുടെ മുന്നിലുള്ള സ്ക്രീൻ വരെ ഇതിനൊക്കെ തുടക്കമിട്ടത് നിക്കോളാസ് ടെസ്ലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിൽ പറഞ്ഞ പല ഇൻവെൻഷൻസും ലൈക്ക് ഈ റേഡിയോ, റിമോട്ട് കൺട്രോൾ, ഇതിൻ്റെയൊക്കെ പാറ്റൻറ്റ് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫൗണ്ടർ സ്ഥാനം കിട്ടിയിരിക്കുന്നത് മറ്റ് പല ശാസ്ത്രജ്ഞന്മാർക്കാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ മുമ്പ് 2 വർഷം 3 വർഷമൊക്കെ മുമ്പ് നിക്കോളാസ് ടെസ്ല ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇൻവെൻഷൻസ് അടങ്ങുന്ന ലാബുകളും കാര്യങ്ങളൊക്കെ യാതൊരു തെളിവുമില്ലാതെ കത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ തോമസ് അൽവാ എഡിസൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുരൂഹതകൾ ഒരുപാടുണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിക്കോളാസ് ടെസ്ലയെ ഒരു സമയത്ത് തകർക്കാൻ വേണ്ടിയിട്ട് തോമസ് അൽവാ എഡിസൺ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് നിക്കോളാസ് ടെസ്ല ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള AC കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൂടെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ വരെ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തെ അത്രയ്ക്കധികം ഇമോഷണലിയും അല്ലെങ്കിൽ ടെക്നിക്കലി ഒക്കെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1899 മാഴ്സിൽ നിന്നൊക്കെ വരെ നിക്കോളാസ് ടെസ്ലയ്ക്ക് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകളൊക്കെ ഒരുപാടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കത്തിച്ച് കളഞ്ഞ പല ഇൻവെൻഷൻസിലും ടൈം മെഷീൻ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടൈം ട്രാവലിംഗ് മെഷീൻസ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ശക്തമായ വാദങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ടെസ്ലയുടെ ഡൈനാമിക് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനെ വരെ ചലഞ്ച് ചെയ്ത ഒരു സിദ്ധാന്തം കൂടിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ തോട്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സിദ്ധാന്തം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം വെച്ചിട്ട് നമുക്ക് ഡ്രീംസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമത്രേ. അന്നത് അദ്ദേഹം ലോഞ്ച് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കളിയാക്കി വിട്ടു. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഭ്രാന്തായിട്ട് ആളുകൾ കണ്ടു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം 2023 അത് ഇപ്പോഴത്തെ തന്നെ 2023 മോഡേൺ സയൻറ്റിസ്റ്റുകൾ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ടെക്ക് കണ്ടുപിടിക്കുകയുണ്ടായി. നമ്മൾ ചരിത്രത്താളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ബുക്സിൽ കൂടുതൽ കാണുന്നത് തോമസ് അൽവാ എഡിസന്റെ മറ്റും പേരുകളൊക്കെ ആയിരിക്കും. എന്നാൽ എവിടെയും തന്നെ നിക്കോളാസ് ടെസ്ലയുടെ പേര് കാര്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? എഡിസൺ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ടെസ്ലയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരതിൽ വിജയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഇൻവെൻഷൻസും നശിപ്പിച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പല ലാബുകളും കത്തിച്ച് കളഞ്ഞു. കാര്യമായ ഒരു സപ്പോർട്ട് തന്നെ അദ്ദേഹത്തിന് ആരിൽ നിന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ആകെ ഫ്യൂ ആളുകളിൽ നിന്ന് മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ പല വർക്ക്സിനും അദ്ദേഹത്തിൻ്റെ പല ലാബറട്ടറി എക്സ്പെരിമെൻസിനും പോലും ഫണ്ട് ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ പ്രതിജ്ഞയെടുത്ത ഒരു ശാസ്ത്രജ്ഞനെ ഒരു കൂട്ടം ജനങ്ങൾ തന്നെ കൂടിച്ചേർന്ന് വിലങ്ങിട്ടു. മറ്റൊരു വാക്കി പറഞ്ഞാൽ അങ്ങനെയാണ് അതിനെ വിവരിക്കുക. 1943 ഒരു ഹോട്ടൽ മുറിയിൽ കിടന്ന് അദ്ദേഹം മരണപ്പെടുമ്പോഴും നിക്കോളാസ് ടെസ്ലയുടെ മുറിയിലുണ്ടായിരുന്ന പല ഇൻവെൻഷൻസും പല ഡോക്യുമെൻ്ററീസും പല പേപ്പർ വർക്ക്സും എല്ലാം തന്നെ പല എക്സ്പെരിമെൻസും എല്ലാം തന്നെ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് വാനിഷ്ഡായി എന്നുള്ളതാണ്. FBI ഒക്കെ സീസ് ചെയ്തു. ടെസ്ല ഡ്രീംഡ് ഓഫ് അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി വെൽ ദ പീപ്പിൾ ചോസ് ഹിം ടു ബി ആൻ എനിമി. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ലോകം വില കൽപ്പിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ടെസ്ലയുടെ ഫുൾ പൊട്ടൻഷ്യൽ ലോകം മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇന്ന് മേ ബി ഒരു 50 അല്ലെങ്കിൽ 100 വർഷം മുകളിലേക്ക് നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയേനെ എന്നാണ്. അതിന് സാധിക്കുന്നൊരു വ്യക്തിയായിരുന്നു നിക്കോളാസ് ടെസ്ല. ബട്ട് ദ വേൾഡ് സെഡ് നോ ടു ഹിം. നമ്മൾ പുസ്തകത്താളുകൾക്കുമപ്പുറം ചരിത്രത്താളുകൾക്കുമപ്പുറം താണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, സത്യം തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓരോ ചോദ്യവും ചോദിച്ച് തീരാതെ ഉത്തരങ്ങൾ തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ വിൽ ഫൈൻഡ് ദ ട്രൂത്ത്സ്. We'll find some untold truths like hidden facts about Nicholas Tesla, one of the greatest men ever lived. So, to conclude, what can we do about this? Share this with your friends and foes and family. Share maximum. Let the world remind of the
legendary scientist that we had, that we lost. Let them know. Thanks for watching.